കാലങ്ങളോളം കാട്ടിൽ ഇബാദത്തിലായി ജീവിച്ച തങ്ങൾക്ക് വന്യജീവികൾ പോലും കൂട്ടായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. കടുവയുടെ പുറത്തായിരുന്നുവത്രേ അന്ന് തങ്ങളുടെ സഞ്ചാരം പോലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജാറങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാറ വ്യവസായം, ആത്മീയ ചൂഷണം, ഇതെല്ലാം കൊണ്ട് സമസ്ത അഭിവൃദ്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ഇന്ന് സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ജാറ വ്യവസ്ഥകൾ ഇന്ന് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഇതിനെയെല്ലാം നോക്കിക്കാണേണ്ടത് എന്ന ഒരു യാത്രയിലാണ് വെളിച്ചം സീരീസ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കടുവയിൽ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയും അവിടെ അടക്കപ്പെട്ട മഹാനും അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ചരിത്രം, ഒരു ചരിത്ര ഗവേഷണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് ആദ്യം കേൾക്കാം. പഴമയുടെ പ്രൗഢിയും ആധുനികതയുടെ ഉൾവിളികളും ഒരേപോലെ എഴുന്നു നിൽക്കുന്ന നാട്. ഇവിടെയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ കടുവയിൽ തങ്ങൾ മഖാമും കടുവയിൽ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇവർക്ക് അടിസ്ഥാനപരമായി ഇതിൻ്റെ ശരിയായ വശങ്ങളെക്കുറിച്ച് അറിയില്ല എന്നത് 100% ഉറപ്പാണ്. കാരണം ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പല വീഡിയോകളും തിരഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ചില ആളുകൾ പറഞ്ഞു 750കളിലാണ് ഇതിൻ്റെ ഖബർ കണ്ടത് എന്നാണ്. എന്നാൽ ചില ആളുകൾ അവരുടെ വീഡിയോകൾ ചെയ്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞൊരു 350 വർഷത്തിനിപ്പുറമാണ് ഈ ഒരു പള്ളി സ്ഥാപിതമായത്, ആ ഒരു ഖബർ അവിടെ വന്നത് എന്നാണ്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. 350 വർഷം പോലും പഴക്കമില്ലാത്തതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹിജറ 750 ആണെങ്കിൽ ഒരു 500ഓളം വർഷങ്ങൾ പിന്നിട്ടു. 500 മാത്രമല്ല 800ഓളം വർഷങ്ങൾ പിന്നിട്ടു. അപ്പോൾ ഇവർക്ക് അടിസ്ഥാനപരമായി ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് വർഷത്തിൽ മാത്രമല്ല, ഈ മഹാൻ്റെ വിഷയത്തിൽ പോലും, ഈ ഖബർ ആരുടേത് എന്ന വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇനി അദ്ദേഹം പറയുന്ന വാക്ക് നമുക്ക് കേൾക്കാം. ചരിത്രത്തിന്റെ അനുഗ്രഹീതമായ ഏതോ ഒരു ദശാസന്ധിയിൽ നാഥന്റെ നിശ്ചയമനുസരിച്ച്, കേട്ടില്ല, ഏതോ ഒരു ദിശാസന്ധിയിലാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കൃത്യമായി പറയാൻ കഴിയാത്തത് കൊണ്ടും ഇങ്ങനെ ഒരു അവ്യക്തത അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്, ഈ രൂപത്തിൽ പറയുന്നത്. ഏതായാലും ബാക്കി അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് കടക്കാം. ഈ ഭൂമിയിൽ വന്നണഞ്ഞ മഹാസാത്വികനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കടുവയിൽ തങ്ങൾ എന്നാണ് കാലം അദ്ദേഹത്തിന് നൽകിയ പേര്. പിൽക്കാലത്ത് ആളുകൾ അതിനെ കടുവയിൽ തങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു എന്ന് മാത്രം. അതല്ലാതെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നോ അങ്ങനെ ഒരാളുണ്ടോന്നോ പോലും സത്യത്തിൽ അറിയാത്ത സാഹചര്യമാണ്. മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇവിടെ കേരളത്തിലുള്ള പല ഖബറുകളും അത് ശരിക്ക് മുസ്ലിമാണോ അമുസ്ലിമാണോ അതിനുള്ളിൽ കിടക്കുന്നത് എന്ന് പോലും അറിയില്ല. ഊരും പേരും അറിയാത്ത ആളുകളെ വലിയകളായി ആക്കി ചിത്രീകരിച്ച് അവരുടെ മേൽ ഖബറുണ്ടാക്കി, അങ്ങനെ പല രൂപത്തിലാണ് ഇന്നത്തെ കേരളത്തിലെ ഖബറുകളുടെ സ്ഥിതികൾ. അതിലൊരു ഖബറായിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഖബറിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുവയിൽ പള്ളിയുടെ മക്കാമിൽ സ്ഥിതി ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അടക്കപ്പെട്ട വ്യക്തി ആര് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ബാക്കി സംസാരത്തിലേക്ക് കടക്കാം. ജാതി മത വർഗവർണ്ണ വിവേചനങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇവിടെ സിയാറത്തിനായി എത്തുന്നത്. അതെന്തായാലും വേണ്ടത് തന്നെയാണ്. കാരണം ഇവർക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം വന്നാൽ പറ്റൂല, ഇതര മതസ്ഥരും വരണം. അപ്പോൾ അത് വരൽ അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അതിർവരമ്പുകളില്ലാതെ നാനാജാതി ആളുകൾ ഇതിലേക്ക് വരണം. വന്നാലാണ് ബിസിനസ് വരിക. അത് അവരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇത്തരം ആചാരങ്ങളിൽ ഏത് ഖബറുകൾ എടുത്തു നോക്കൂ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് ജാറങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ പറയുന്ന ഒരേ ഒരു ഐക്യമായ വാചകം ഇതുമാത്രമായിരിക്കും. എന്ത്? നാനാജാതി മതസ്ഥരും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ. ഒരു വീഡിയോയിൽ പറഞ്ഞത് മതമുള്ളവനും മതമില്ലാത്തവനും എന്ന് വരെ പറഞ്ഞു. അപ്പോൾ മതമില്ലാത്തവൻ എങ്ങനെയാണ് ജാറത്തിൽ വരിക എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഏതായാലും അത്ര കണ്ട് ഐക്യമുള്ള ഒരേ ഒരു വിഷയം ഖബർ ജാറ പൂജകളാണ്.
എന്ന് നമുക്ക് ഈ സംസാരങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. നേർക്കാഴ്ചകൾ കൂടിയാണത്. ഏതായാലും അപ്പോൾ ഖബറിൽ ഇത്തരം ആളുകൾ വരിക എന്നതും അവിടെ ബിസിനസ് നടക്കണം എന്നുള്ളതും കമ്മിറ്റിക്കാരുടെ ലക്ഷ്യം കൂടിയാണ്. അതിനുവേണ്ടി എല്ലാ പണികളും അവരെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി കടുവയിൽ പള്ളി അല്ലെങ്കിൽ കടുവാത്തങ്ങൾ ഇങ്ങനെയൊക്കെ പേര് വരാനുള്ള കാരണമെന്ത് എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് കേൾക്കാം. കാലങ്ങളോളം കാട്ടിൽ ഇബാദത്തിലായി ജീവിച്ച തങ്ങൾക്ക് വന്യജീവികൾ പോലും കൂട്ടായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. കടുവയുടെ പുറത്തായിരുന്നുവത്രേ അന്ന് തങ്ങളുടെ സഞ്ചാരം പോലും. അങ്ങനെയാണ് കടുവയുടെ പുറത്ത് സഞ്ചരിച്ച തങ്ങൾ എന്ന അർത്ഥത്തിൽ കടുവാ തങ്ങളായും പിന്നീട് കടുവയിൽ തങ്ങളായും അറിയപ്പെട്ടത്. അപ്പോൾ കേട്ടല്ലോ, കടുവയെ മെരുക്കി ഒന്നുകിൽ കൂടെ കൊണ്ടു നടക്കലോ അല്ലെങ്കിൽ വാഹനമാക്കിയോ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ മഹാനാണ് കടുവയിൽ തങ്ങൾ എന്ന് എപ്പോഴാണ് ജനിച്ചതെന്നോ എപ്പോഴാണ് മരിച്ചതെന്നോ അറിയാത്ത ഒരു സംഗതിയെക്കുറിച്ച് അദ്ദേഹം കടുവയെ മെരുക്കി ജീവിച്ചു എന്നുകൂടി പറയുമ്പോൾ അതുമാത്രം എങ്ങനെ കൃത്യമായി കിട്ടി എന്നതാണ് മറ്റൊരു ചോദിക്കേണ്ട ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സംഗതി. ഏതായാലും അങ്ങനെ തന്നെ നമുക്ക് തൽക്കാലം ഒന്ന് വിശ്വസിച്ച് അത് അതിൻ്റെ ചരിത്രത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം കടുവയെ മെരുക്കി ജീവിച്ചു എന്നതും ആളുകൾക്കത് വലിയ അത്ഭുതമായി എന്നതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് തൽക്കാലം വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഈ മക്കാമിൻ്റെ പ്രത്യേകത എന്ത്, ഈ ഒരു ജാറത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിലെ പല മക്കാമുകളിലും നടത്തപ്പെടാറുള്ളതുപോലെ വാർഷിക നേർച്ചകളോ ഉറൂസുകളോ ഇവിടെ നടത്തപ്പെടാറില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാറങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ ആണ്ട് നേർച്ചകളും ഉറൂസുകളും വല്ലാത്ത ആർഭാടങ്ങളും മാത്രമല്ല ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും വച്ചു പുലർത്തുന്ന പല കോപ്രായത്തരങ്ങളും ഇന്ന് ജാറങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും അതില്ല എന്നത് നമ്മൾ ആശ്വസിക്കുന്നതോടൊപ്പം മറ്റൊരു ബിദ്അത്തായ പുത്തനാചാരമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതായത് നബിദിനം എന്നത് 12 ദിവസവും കെങ്കേമമായി ആഘോഷിക്കുന്നതാണ്. അദ്ദേഹം പറയട്ടെ. നബിദിനമാണ് വർഷം തോറും ഇവിടെ നടന്നുവരുന്നത്. വൈവിധ്യമാർന്ന പരിപാടികളുടെ സമ്മേളനമാണ് നബിദിന പ്രോഗ്രാം. നാടിന്റെ തന്നെ ഒരു ആഘോഷമായി ഇന്ന് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ കേട്ടല്ലോ, ഒരു സംഗതി ഇല്ല എന്നതുകൊണ്ട് അവിടുത്തെ വരുമാനം മുട്ടുന്നൊന്നുമില്ല. വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മറ്റു മാർഗങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബാക്കി 12 ദിവസം കൊണ്ട് ഇവർ ഒപ്പിക്കുന്നുണ്ട് എന്നത് വേറൊരു വിഷയമാണ്. ഏതായാലും ഈ ജാറങ്ങളിലേക്ക് ശിർക്ക് വരുന്ന വഴി എങ്ങനെയാണ് എന്നത് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ഇതിനെ അഭിമുഖീകരിക്കുന്ന ഒരു ഉസ്താദ്, അത് അവിടുത്തെ പ്രസിഡൻ്റ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ഒന്ന് കേൾക്കാം. ഏകദേശം ഒരു 350 വർഷത്തിന് മുമ്പ് ഇവിടെ കാർഷിക ആവശ്യത്തിനായിട്ട് ഈ ഇവിടുത്തെ കാട് വെട്ടിത്തെളിക്കുന്ന ആ അവസരത്തിൽ ഒരു ഖബർ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കഥ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള കാടുകൾ വെട്ടിത്തെളിച്ചു. എന്നിട്ട് അദ്ദേഹം ബാക്കി ചരിത്രം പറയുന്നു. അത് നമുക്ക് കേൾക്കാം. അപ്പോൾ അത് ഒരു മുസൽമാനെ അടക്കം ചെയ്ത ഖബറാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു ഖബറായിരുന്നു. കാട് വെട്ടി തെളിച്ചപ്പോഴേക്ക് അവിടെ ഒരു മുസൽമാനെ അടക്കം ചെയ്ത ഒരു ഖബർ പോലെ തോന്നി എന്നാണ്. ഏതായാലും അതൊക്കെ ഇങ്ങനെ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ബാക്കി അദ്ദേഹം പറയട്ടെ. അങ്ങനെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ പുറം നാടുകളിൽ പണ്ഡിതന്മാരെ അറിയിക്കുകയും അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഇവിടെ വരികയും അതൊരു മുസൽമാനെ അടക്കം ചെയ്ത ഖബറാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി പോയി. കാരണം ഈ വിജനമായ സ്ഥലത്ത് അങ്ങനെ ഒരാളിനെയും അടക്കം ചെയ്തതായിട്ടുള്ള ഒരു അറിവും ഒരു ഓർമ്മയും മുൻ തലമുറ പറഞ്ഞു പോലും ആർക്കുമില്ല. അപ്പോൾ ആർക്കും അറിയാത്ത ഒരു ഖബർ അവിടെ ഉണ്ടായി. ആരടക്കം ചെയ്തു? മുസ്ലിങ്ങളെ ഖബറടക്കുന്നത് പോലെ ഖബറടക്കണമെങ്കിൽ അതിന് കുറച്ച് ആൾക്കാരും വേണമല്ലോ. അപ്പോൾ ആരടക്കിയെന്നില്ല, ആരെയാണ് അടക്കം ചെയ്തതെന്നില്ല, എപ്പോഴാണിത് മരിച്ചതെന്നില്ല, എപ്പോഴാണിത് ഖബർ അടക്കപ്പെട്ടത് എന്നുമില്ല. ഇങ്ങനെ ഒരു ചരിത്രവും ഇല്ല. പക്ഷെ അവിടെ ആളുകളുണ്ടായിരുന്നു അന്ന്. ആ ആളുകൾക്കൊന്നും അറിയില്ല താനും. പിന്നെ പുറം നാടുകളിൽ നിന്ന് പണ്ഡിതന്മാർ വന്നപ്പോഴാണ് ഇതൊരു മുസ്ലിമിൻ്റെ ഖബറാണെന്ന് സ്ഥിരീകരിച്ചത്. ഏതായാലും പോക്കറ്റിലേക്ക് കുറച്ച് ക്യാഷ് വരുന്ന സംഭവമാണല്ലോ. അതൊരിക്കലും ഇത്തരം ഉസ്താദുമാർ കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഏതായാലും കൃത്യമായി ഗ്യാപ്പിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. ബാക്കി അദ്ദേഹം പറയട്ടെ. അപ്പോൾ ഈ ഖബർ ആരുടേതാണ്, എങ്ങനെ വന്നു എന്നുള്ള ഒരു അന്വേഷണം ആ പണ്ഡിതരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയപ്പോൾ ഇവിടെ അതിനു മുമ്പ് ഇവിടെ തങ്ങിയിരുന്ന ആ സൂഫി വര്യനെ കുറിച്ച് അവർ കേൾക്കുകയും അദ്ദേഹം ഇവിടെ അടക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഖബറാണെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു.
അപ്പോൾ അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടുവെന്നോ എന്ന് മരണപ്പെട്ടുവെന്നോ ആരാണ് കബറടക്കം ചെയ്യുന്നത് ആർക്കും അറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. എന്നിവിടെ മരണപ്പെട്ടുവെന്നോ ആരാണ് കബറടക്കിയെന്നോ ആരാണ് മരിച്ചതെന്നോ പോലും അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ഖബറും അങ്ങനെ ഒരു കഥയും ഒക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഇദ്ദേഹത്തിനെ പോലെയുള്ള ഉസ്താദുമാരും അവരുടെ നേതാക്കന്മാരൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി അദ്ദേഹം പറയട്ടെ. ഇങ്ങനെ ഇവിടെ തങ്ങിയിരുന്ന ആൾ പെട്ടെന്ന് പുള്ളി അദ്ദേഹത്തെ കാണാതെയായി. അദ്ദേഹം എങ്ങോട്ടോ പലായനം ചെയ്ത് പോയിരിക്കാം എന്ന് മറ്റുള്ളവർ കരുതി കാണും. അപ്പോൾ അദ്ദേഹം ഇവിടെ മരണപ്പെട്ടു, ഇവിടെ അടക്കിയതായിട്ട് സ്ഥിരീകരിക്കുകയും ഇതൊരു മഹാന്റെ കബറിടമാണ്, ഈ നാടിൻ്റെ ഐശ്വര്യവും നാടിൻ്റെ ഭാഗ്യവുമാണ് അദ്ദേഹത്തിൻ്റെ കബർ കൊണ്ട് ഇവിടെ അനുഗ്രഹീതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കബറിനെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് അന്ന് ആ പണ്ഡിതന്മാർ ഇവിടെ കൂടി ജനങ്ങളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇവിടെ വസിച്ചിരുന്ന നാനാജാതി മതസ്ഥർ ചേർന്ന് ആ കബറിൽ ഒരു മേൽക്കൂര, അന്ന് പുല്ല് വെച്ചുള്ള ഒരു മേൽക്കൂര പണിഞ്ഞ് ആ കബർ സംരക്ഷിക്കുന്ന നിലയിലേക്ക് വരികയും. അപ്പോൾ ഷിർക്ക് വന്നതിൻ്റെ ഒന്നാമത്തെ വഴി ആ പണ്ഡിതന്മാർ പറഞ്ഞു, ഇതൊരു മഹാൻ്റെ ഖബറാണ്, ഇത് ഈ നാടിൻ്റെ ഐശ്വര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ഖബറിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ ചേർന്ന് ഒരു മേൽക്കൂര പണിതു. അതാണ് ഷിർക്കിൻ്റെ ഒന്നാമത്തെ വഴി. ഇനി ഷിർക്കിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയ മറ്റു വഴികൾ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, കേൾക്കാം. വൈകുന്നേരങ്ങളിൽ സാധാരണ അന്ന് വീടുകൾ വിളക്ക് കത്തിക്കാറുണ്ടല്ലോ. അപ്പം അതുപോലെ സന്ധ്യയാകുമ്പോൾ വീടുകളിൽ നിന്ന് തന്നെ എണ്ണ കൊണ്ടുവന്ന് ഈ ഖബറിൻ്റെ ഓരത്ത് വിളക്ക് തെളിക്കുകയും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ആ ഖബറിൻ്റെ ഓരത്ത് വിളക്ക് തെളിയിച്ചു എന്നാണ്. നിലവിളക്കോ മറ്റു വിളക്കുകളോ കത്തിച്ചു, വെളിച്ചം തെളിയിച്ചു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് അദ്ദേഹം പറയട്ടെ. സജീവമായ രീതിയിൽ ആ ഖബർ ജാതിയും മതമൊന്നുമില്ല. ഒരു ദിവസം മുസൽമാൻ്റെ വീട്ടിൽ നിന്നുണ്ട്, പിറ്റേന്ന് ചിലപ്പം അവിടുത്തെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സഹോദരൻ്റെ വീട്ടിൽ നിന്നായിരിക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞ് മത്സരിച്ച ആൾക്കാർ കൊണ്ടുവന്ന് അവിടെ വിളക്ക് കത്തിച്ച് രാത്രി വിളക്ക് പ്രകാശപൂരിതമാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞുപോയി കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യഭാഗമൊക്കെ ആയപ്പോഴത്തേക്ക് പുറം നാടുകളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഒരു സൂഫി വര്യൻ്റെ ഖബറൂടെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ സന്ദർശിക്കാനായിട്ട് വരാൻ തുടങ്ങി. വരുമ്പോൾ എന്തെങ്കിലും നേർച്ച വസ്തുക്കൾ അവരുടെ കയ്യിലുള്ള, ചിലപ്പോൾ തേങ്ങയാവാം, ചിലപ്പം നെല്ലാകാം, മറ്റുള്ള കാർഷിക വിളകളാകാം, കോഴിയാകാം, ആടാകാം, ഏതെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കാണിക്ക വെച്ച് അദ്ദേഹത്തിൻ്റെ ഖബർ സന്ദർശിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക്. കേട്ടല്ലോ, വർഷങ്ങൾ പിന്നിട്ടു. ആദ്യം മേൽക്കൂര മാത്രമായിരുന്നു, പിന്നെ അത് വിളക്ക് കത്തിക്കലായി. അത് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആളുകൾ ഇതിൻ്റെ ലക്ഷ്യങ്ങളെ മറന്ന് അവസാനം അതിലേക്ക് നേർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തി. നേർച്ച അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും നിസ്കാരത്തിൽ പോലും പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും ഒന്നടങ്കം പ്രഖ്യാപിക്കുകയാണ്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അതുപോലെ തന്നെ ഇബാദത്തുകൾ മുഴുവൻ, അതുപോലെ നമ്മുടെ നേർച്ച, ഇന്ന സ്വലാത്തി വനുസുക്കി, രണ്ടാമത് പറഞ്ഞ നേർച്ചയാണ്. ആ നേർച്ച അള്ളാഹ്ക്ക് മാത്രം എന്നാണ്. പക്ഷേ ആളുകൾ വർഷങ്ങൾക്കപ്പുറം, അതായത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആചാരമാണെന്ത്, ഇത്തരം ആ ഖബറിങ്ങൾ ചെന്ന് ഉള്ളതെന്താണോ അത് കൊടുത്ത് നേർച്ച ചെയ്യുക. അതിൽ അദ്ദേഹം വരുമാനത്തിനുള്ള എല്ലാ മാർഗങ്ങളും പറയുന്നുണ്ട്. കോഴി, ആട്, മറ്റു മൃഗങ്ങൾ, കയ്യിലുള്ളതെന്തോ, പിന്നെ സ്വർണവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സ്വർണത്തിനിപ്പോൾ ഉള്ള വില അറിയാലോ. ഏതായാലും അദ്ദേഹം പറയട്ടെ ബാക്കി വിശദീകരണങ്ങൾ. അങ്ങനെയല്ല. കാർഷിക വിളകൾ, മൃഗങ്ങൾ, പിന്നെ നാണയങ്ങൾ, സ്വർണ്ണങ്ങൾ, പണം, അങ്ങനെ എന്താണോ അവരുടെ കയ്യിലുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു അംശം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സമർപ്പിക്കുന്ന ഒരു രീതി 1950 കാലഘട്ടം തൊട്ടേ ഉണ്ടായി തുടങ്ങി. അങ്ങനെ പിന്നീട് എന്തായി, ആളുകൾ ധാരാളമായി വന്നു തുടങ്ങി. ഒരുപാട് ഇത്തരം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉടലെടുത്തു. അവസാനം ഷിർക്കിലേക്കെത്തി. അപ്പോൾ ഷിർക്കിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഒരു ഖബർ കണ്ടു എന്നത് മാത്രമാണ്. ആ ഖബർ കണ്ടപ്പോൾ പിന്നെ ആ ഖബറിനെ കെട്ടിപ്പൊക്കണം എന്നുള്ളതായി, ആ ഖബറിനെ സംരക്ഷിക്കണം എന്നുള്ളതായി. പിന്നെ അത് മേൽക്കൂര കെട്ടി, പിന്നെ അവിടെ വിളക്ക് കത്തിച്ച് പിൽക്കാലത്ത് നേർച്ചകൾ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്കെത്തി. പിന്നെ ആവശ്യങ്ങളും ആവലാദികളും ആ ഖബറാളികളോട് പറയുന്ന അവസ്ഥയിലേക്കെത്തി. അങ്ങനെ എല്ലാം റബ്ബിന് കൊടുക്കേണ്ടതെല്ലാം ഖബറാളിക്ക് കൊടുക്കുകയും സ്രഷ്ടാവിലേക്ക് പോകുന്നതിന് പകരം സൃഷ്ടിയിലേക്ക് തൻ്റെ കാര്യങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കെത്തി. ഇന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താ? അവിടെ പോകുന്ന വഴികളിലൂടെ പോകുന്ന, ഇന്ന് ഹൈവേ ആയി മാറിയിരിക്കണം ആ സ്ഥലം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിനെ വലിച്ചെറിഞ്ഞു കൊടുക്കണം.
നേർച്ചയാണ്, കാണിക്കയാണെന്നാണ് അതിന് പറയുന്നത്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിനോടുള്ള അനാദരവ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വലിച്ചെറിയലും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം. അതിൻ്റെ അപ്പുറം ആ ഖബറിലേക്ക് നേർച്ച ചെയ്യുക എന്നത് എത്ര വമ്പിച്ച അപരാധമാണ്. തീർന്നില്ല, ഇനി അവിടെ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ നേട്ടങ്ങൾ കൂടി ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ പലതും മെനഞ്ഞുണ്ടാക്കി പുതിയ കഥകളൊക്കെ ഉണ്ടാക്കി അവിടെ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നു, എന്നിട്ട് ആ ആചാരങ്ങൾക്ക് ചില പോരിശകളും നേട്ടങ്ങളും കിട്ടും എന്നുകൂടി ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ അത് വിശ്വസിക്കുകയും അതിലൂടെ ഇത്തരം ആളുകൾ ആത്മീയ ചൂഷണങ്ങൾ നടത്തി പോക്കറ്റ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും അവിടെ പോയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. പലരും പറഞ്ഞു ജയിക്കുന്നത് അത് മുസ്ലിം പണ്ഡിതന്മാരുണ്ട്, ഹൈന്ദവ പണ്ഡിതന്മാർ പറഞ്ഞ് കടുവാ തങ്ങളുടെ മക്ബറയിൽ പോയി നിങ്ങൾ ഇന്ന ചെയ്യണം. അപ്പോൾ കടുവാ തങ്ങളുടെ മക്ബറയിൽ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എല്ലാം ശിഫപ്പെടും, എല്ലാം മാറും, എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പടിപടിയായി വളർന്ന് അവസാനം ഷിർക്കിലേക്ക് എത്തുകയാണ്. ഇത് തന്നെയാണ് കേരളത്തിൽ നിന്നല്ല ലോകത്തെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇത്തരം ജാറ വ്യവസായങ്ങളുണ്ടോ, ജാറ കൃഷികളുണ്ടോ, അവിടെയെല്ലാം നടക്കുന്നത്. ഒന്ന് ഉസ്താദുമാരുടെ പോക്കറ്റ് നിറയും, അല്ലെങ്കിൽ കമ്മറ്റിക്കാരുടെ വയറ് നിറയും. ഇതിൻ്റെ അപ്പുറം ഇപ്പുറത്ത് വിശ്വാസികളായ ആളുകളുടെ വിശ്വാസത്തെ ചോർന്നെടുത്ത് അവരെ ഷിർക്കിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുകയാണ് ഇത്തരം ജാറ വ്യവസായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വമ്പിച്ച അപരാധമാണ് എന്ന് തിരിച്ചറിയണം. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിക്കാൻ നമ്മുടെ റബ്ബില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ല പോരെ. പിന്നെ എന്തിനാണ് ഇത്തരം ആരാണോ എപ്പോഴാണോ മരിച്ചത്, എന്താണ് ഈ ഖബറിൽ കിടക്കുന്ന ആൾ, ഇത് ആരാണ് എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയോട് ചോദിച്ചിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക്? ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരോട് പോലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. നാളെ ഈസാ അലൈഹി ഇസ്ലാമിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം ഈസാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും, നിൻ്റെ സമുദായത്തോട് നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവേ നിനക്ക് കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ആ നിഷേധിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു പ്രവാചകന്മാർ പോലും പറഞ്ഞിട്ടില്ല. പിന്നീടാണ് ആരെന്നറിയാത്ത, ഊരറിയാത്ത, പേരറിയാത്ത, ജീവിച്ചിരുന്ന മനുഷ്യനാണോ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നുപോലും അറിയാത്ത ഒരു മനുഷ്യൻ്റെ ഖബറും കെട്ടിപ്പൊക്കി അവിടെ വലിയ പള്ളി ഉണ്ടാക്കി, അവിടെ നേർച്ചയും വഴിപാടും ഉണ്ടാക്കി, അവിടെ ആകപ്പാടെ ഇസ്ലാമിനെ തകർക്കുന്ന എല്ലാ ശിർക്കൻ പണികളും എടുത്തിട്ട് മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞ് അവിടെ ആത്മീയ ചൂഷണങ്ങൾ നടത്തുകയാണ് ഇത്തരം ജാറ കമ്മറ്റിക്കാരും ഉസ്താദുമാരും എന്നത് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഇത്തരം ജാറ കൃഷികളിൽ നിന്ന്, ജാറ വ്യവസ്ഥയിൽ നിന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന സിയാറത്തുണ്ട്, അത് നിഷേധിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന സിയാറത്ത് എന്തിന്? അത് ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ഫ ഇന്നഹ തുദക്കിറുൽ ആഖിറ, പരലോകത്തെ ഓർമ്മപ്പെടുത്താനും കൂടിയാണ്. ഈ ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം ഖബർ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷ്യവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആവശ്യങ്ങൾ നിറവേറ്റാൻ, അസുഖങ്ങൾ മാറാൻ, കുട്ടിയെ കിട്ടാൻ, രോഗങ്ങൾ മാറാൻ, ജോലി ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങി പല ജാതി ആവശ്യങ്ങളുമായി കൊണ്ട് ഈ ഖബറിങ്ങിൽ പോകാൻ ഒരു മുസ്ലിമിന് സാധിക്കുക? അതുകൊണ്ട് ഇതെല്ലാം അനാചാരമാണെന്ന് സമൂഹമേ നിങ്ങൾ തിരിച്ചറിയണം. ഈ ഖബർ വ്യവസായം ഇത് അവസാനിപ്പിക്കണം. അതോടൊപ്പം ഷിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. അവിടെയാണ് വിജയമുള്ളത്, അതിലാണ് സ്വർഗം ലഭിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.